വികസനത്തിരയിൽ വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്ന പദ്ധതി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടൽ മാർഗമുള്ള ചരക്ക് വിനിമയത്തിൽ സ്ഥാനം പിടിക്കുന്ന വിഴിഞ്ഞം തുറമുഖം നാൾവഴികൾ സങ്കീർണമായിരുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അഭിമാനമാകാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ തെക്കേയറ്റത്ത് വികസനത്തിന്റെ വാതിൽ തുറന്ന നാൾവഴികളായിരുന്നു കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം. ചരിത്രരേഖകളിൽ തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖ നഗരമായിരുന്നു. 1940കളിൽ ആ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും വർഷം 2000 വേണ്ടി വന്നു വിഴിഞ്ഞം തുറമുഖമെന്ന യാഥാർത്ഥ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തിച്ചേരാൻ. 2013 തുറമുഖത്തിന്റെ ആദ്യ കരാറിൽ ഏർപ്പെടുന്നു. ദീർഘകാല വീക്ഷണമില്ലാതെ വന്നതോടെ ആ കരാർ നടപ്പിലാക്കാൻ സാധിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2015 ജൂലൈയിൽ വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം യാഥാർത്ഥ്യമാകുവാൻ തുടങ്ങി. പിന്നീടുണ്ടായത് പ്രതിസന്ധികളാണ്. 2017 നവംബർ 29 ബുധനാഴ്ച കേരളത്തിന്റെ തെക്കൻ തീരത്തെ വിറപ്പിച്ചുകൊണ്ട് ആഞ്ഞുവീശിയ ഓഖി ചുഴലിക്കാറ്റ്. വിഴിഞ്ഞം മുതൽ പൂവാർ വരെയുള്ള തീരത്തെ ഓഖി ചുഴലിക്കാറ്റ് ചെറുതല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചു. അസാധാരണമായ തീരരൂപീകരണവും കടൽ കയറ്റവും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. അവിടെ നിന്നും കരകയറി തുറമുഖത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് മികവ് പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവിടെയും തീർന്നില്ല പ്രതിസന്ധികൾ. ആസൂത്രിത സമരങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെപ്പിച്ചു. പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തി. പ്രതീക്ഷകൾക്കപ്പുറം ആദ്യ ട്രയൽ റൺ നടത്തി. ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിനൊരുങ്ങുന്നു. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി 2028 തുറമുഖം പൂർണ്ണതയിലേക്കെത്തും. മെയ് 2 തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ലോക കടൽ വ്യവസായം വിഴിഞ്ഞം എന്ന വാതിൽ വഴി ഭാരതത്തിലേക്കെത്തും. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.